ഹലോ ഗായ്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കറിയാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളിയുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളക്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, മല്ലിയില, പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം പനീർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പനീർ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ പനീർ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, തിരിച്ചും മറിച്ചും. അപ്പം എല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പ്ലേറ്റിലോട്ട് തന്നെ, ഈ കുക്കറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഇത് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ബൗളാണ് കേട്ടോ നമ്മൾ പനീർ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഓയിൽ കുറഞ്ഞു പോയിട്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളി തക്കാളി ഇടണ്ടേ? ഇതിടണ ഇട്ടോ, ഫസ്റ്റ് പൊടികളാവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കുന്ന കയ്യിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു കയ്യിലൊന്ന് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പനീർ കറിക്കുള്ള ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒനിയനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഇട്ട് കൊടുക്കാം. സാധാരണ ചില്ലിയാണ് കേട്ടോ, ചില്ലി ഫ്ലേക്സ് അല്ലേ.